ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ജിജിറ്റോഡിയോ ടെക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് തിയേറ്റർ സെറ്റപ്പ്, മിനി തിയേറ്റർ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റിനെ കുറിച്ചൊരു ഡിസ്കഷൻ ആണ്. അത് കുറെ പേര് ചോദിച്ച സംശയങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് കുറച്ചുപേര് എന്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം, ഒരു റീസെന്റ് എനിക്ക് വന്നൊരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 4K പ്രൊജക്ടർ വേണം. ഓക്കെ, എത്ര ബഡ്ജറ്റ്, എത്ര റേറ്റ് ആണ് എന്ന് എന്റെ അടുത്ത് ഒരു വ്യക്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് അതിനെ കുറിച്ച് ഒരു 4K അല്ലേ, അപ്പൊ 4K സെറ്റപ്പ് ഉള്ള അടിപൊളി ഒരു പ്രൊജക്ടിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു. അതിന്റെ ബഡ്ജറ്റ് ഒക്കെ ഏകദേശം പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, അയ്യോ അത്രയും ബഡ്ജറ്റ് ഇല്ല, കുറച്ചും കൂടി കുറഞ്ഞ ബഡ്ജറ്റിൽ എന്തെങ്കിലും ചെയ്യാനുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എത്രയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന്. അപ്പൊ അവര് പറഞ്ഞത് ഒരു 20,000 ആ റേഞ്ചിലാണ് എന്റെ ബഡ്ജറ്റ്. അതിൽ എനിക്ക് 4K മാക്സിമം സപ്പോർട്ട് ഉള്ളത് വേണമെന്ന് പറഞ്ഞു. അപ്പോ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ 4K എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഒരു സംഭവമല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ടൗണുകളിൽ കുറച്ച് തിയേറ്ററുകളെ 4K സപ്പോർട്ട് ഉള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എന്തുമാത്രം, അതും ലക്ഷങ്ങൾ മുടക്കി അല്ലെങ്കിൽ കോടികൾ വിലയുള്ള ബഡ്ജറ്റ് ഇത് ചെയ്ത സിസ്റ്റങ്ങൾക്ക് പോലെ ഒരു 4K സെറ്റപ്പ് ഇല്ലാത്ത കുറെ തിയേറ്ററുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. 4K കൃത്യമായിട്ടുള്ള സെറ്റപ്പ് കിട്ടണമെങ്കിൽ നല്ല ബഡ്ജറ്റ് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ അത് 4K മിക്കവാറും പേര് അതൊരു സാധനം സെയിലാകുന്നതിന് വേണ്ടിയിട്ട് അവരൊരു പൊലിപ്പിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 4K അത് ഇതൊക്കെ എഴുതുന്നത്. ഇതിനകത്ത് ഈ ലൂമൻസ് ഒക്കെ ഭയങ്കര പെരുപ്പിച്ച് കാണിച്ച്, അല്ലെങ്കിൽ അതിന്റെ പിക്സൽസ് ഒക്കെ ഇത്ര 4K കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ 3D ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രൊജക്ടറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ LED ടൈപ്പ് പ്രൊജക്ട്, ലോ ബഡ്ജറ്റ് പ്രൊജക്ടിന്റെ കാര്യം ഞാൻ പറയണേ. അപ്പൊ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 4K സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലക്ഷങ്ങൾ ബഡ്ജറ്റ് ആവുന്ന ഒരു സംഭവമാണ്, നിങ്ങൾ ആരും മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് നോർമൽ ആയിട്ടൊരു ഫുൾ HD സപ്പോർട്ടാണ് നമുക്ക് മാക്സിമം ഈ കിട്ടുന്ന ബഡ്ജറ്റ് ഈ ഒരു പ്രൊജക്ടറുകളിൽ നിന്നും വരുന്നത്, ലോ ബഡ്ജറ്റ് കാറ്റഗറിയിൽ ഒരു 20-30 ആ റേഞ്ചിൽ വരുന്ന പ്രൊജക്ടറുകളിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ ഒരു റേഞ്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എല്ലാവരും സംസാരിക്കാൻ. ഓക്കെ, ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിച്ചു 5,000 ബഡ്ജറ്റ് ഉണ്ട്, ഈ പ്രൊജക്ടർ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സജഷൻ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ 5,000, 10,000 താഴെ ബഡ്ജറ്റിൽ വരുന്ന പ്രൊജക്ടറുകളെ ഞാൻ പൊതുവെ ഒരു കളിപ്പാട്ടം എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. കാരണം അതിനകത്ത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയാൽ മനസ്സിലാവാൻ പറ്റും, അതിനകത്ത് പിക്ചറിന്റെ ഡെപ്തും അല്ലെങ്കിൽ അതിന്റെ ക്ലാരിറ്റി ഒക്കെ വളരെ കുറവാണ്. അത് ഒരു ബേസിക് പ്രൊജക്ടേഴ്സ് ആണ് എല്ലാം ശരിക്കും പറഞ്ഞാല്. അപ്പൊ അതിലെല്ലാവരും ഫുൾ HD ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ വലിയ സ്പെക്കില് ഒക്കെ ഓൺലൈൻ സ്റ്റോറുകളിൽ കാണാറുണ്ട്. ഈ ഓൺലൈൻ സ്റ്റോറുകളുടെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും എന്ത് വേണമെങ്കിൽ സ്പെക്ക് എഴുതി വിടാം. കാരണം ഞാനും നമ്മുടെ ഒരു കസിനും കൂടിയിട്ട് നേരത്തെ ഒരു സാധനം ഓൺലൈനിൽ നമ്മൾ സെയിൽ ചെയ്താണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാം. അപ്പൊ നമ്മൾ എഴുതി വിടുന്നതാണ് അവിടുത്തെ സ്പെക്ക്. നമ്മളാണ് എഴുതി വിടുന്നത്, എന്ത് സ്പെക്ക് വേണമെങ്കിൽ നമുക്ക് എഴുതി വിടാം. നമ്മൾ ഏതാണ് ക്യാച്ചീവ് ആയിട്ടുള്ള ആളുകൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന സ്പെക്ക് എഴുതിയാൽ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുക, ആ ഒരു സ്പെക്ക് അവിടെ എഴുതി വിടുകയാണ്. അല്ലാണ്ട് വേറെ അതിലൊന്നുമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു 3D, ഒരു 6,000-7,000 രൂപയുടെ പ്രൊജക്ടറിൽ 3D ഉണ്ട്, സെറ്റപ്പ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ എഴുതിയിട്ടുണ്ട്. 3D പ്രൊജക്ടർ എന്നാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ആ 3D എന്താണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനകത്ത് അനഗ്ലിഫ് 3D എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അനഗ്ലിഫ് 3D എന്താണ്? അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ ഫോണിൽ വരെ നമുക്കത് കാണാം. അത് റെഡ് സിയാൻ ഗ്ലാസ്, അതായത് റെഡ് ബ്ലൂ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് കാണുന്ന ഒരു പാസീവ് 3D മെത്തേഡാണ്. അത് ഏത് സ്ക്രീനിൽ പ്ലേ ചെയ്താലും ഈ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 3D ആയിട്ട് ഫീൽ ചെയ്യും. അത് പ്രൊജക്ടർ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഒരു ഫോണിലാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട്, ഫോണിൽ അതിനെക്കാട്ടും ക്ലാരിറ്റി കാണാൻ പറ്റും പ്രൊജക്ടറിനെക്കാളും. അപ്പൊ ഈ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ വെച്ചിരിക്കുന്നത് അനഗ്ലിഫ് 3D ഉപയോഗിച്ചിട്ട്, അത് വലിയൊരു 3D ആണ്. അത് എല്ലാവർക്കും അറിയില്ല. ഈ അനഗ്ലിഫ് 3D എല്ലാ സ്ക്രീനിലും കാണാൻ പറ്റുന്ന ഒന്നാണെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റെഡ് സിയൻ ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു 3D അവർ വലിയൊരു 3D സെറ്റപ്പ് ആണ് എന്നുള്ള രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ മിക്കവാറും പേര് എന്താ വെച്ചാൽ അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. അതിലെല്ലാവരും പെടാറുണ്ട്, അതുകൊണ്ട് ആ സാധനം വാങ്ങിക്കാറുണ്ട്. അപ്പൊ അത് വാങ്ങിച്ച എത്ര പേർക്ക് അറിയാം അതിനകത്ത് എന്ത് 3D ആണ് ഉള്ളതെന്നുള്ളത് അതിൽ മനസ്സിലാക്കിയാൽ മതി. അതായത് DLP ടെക്നോളജിയിൽ ഒരു അത്യാവശ്യം നല്ല ഒരു 1,00,000 ആ റേഞ്ച് ബഡ്ജറ്റിലുള്ള പ്രൊജക്ടറുകളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് 3D ഒക്കെ വരുന്നത്. LED ടൈപ്പ് പ്രൊജക്ടറുകളൊന്നും 3D ഇല്ല. അത് സെറ്റ് ചെയ്യണമെങ്കിൽ 2 പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് 3D സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ. അത് കുറച്ച് കോസ്റ്റ്ലി ആണ് ആ സെറ്റപ്പിനൊക്കെ. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ എന്തായാലും മനസ്സിലാക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ കുറഞ്ഞ പ്രൊജക്ടും കൂടിയ പ്രൊജക്ടും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം കുറഞ്ഞ ബഡ്ജറ്റിലുള്ള പ്രൊജക്ടർ ഉപയോഗിച്ചിരുന്ന ആളാണ്. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ, ഒരു ഇരുട്ട് മുറിയിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ എങ്ങനെയായി ഫീൽ ചെയ്യുക. അപ്പൊ ആ ഒരു വെളിച്ചമാണ് ഏറ്റവും വലിയ വെളിച്ചം എന്ന് നമ്മൾ ധരിക്കും. അതിനകത്ത് വേറെ വെളിച്ചമൊന്നും കണ്ടിട്ടില്ല ആ വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ വെളിച്ചം എന്നൊരു ചിന്താഗതിയായിരിക്കും അവർക്ക് ഉണ്ടാവുക. അതേ ചിന്താഗതിയാണ് എനിക്കുണ്ടായിരുന്നത്. കാരണം ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ഒരു 5,000-6,000 രൂപ ബഡ്ജറ്റുള്ള ഒരു പ്രൊജക്ടർ ആയിരുന്നു. ഇതാണ് ഏറ്റവും വലിയ പ്രൊജക്ടർ, ഏറ്റവും വലിയ സെറ്റപ്പ് എന്നുള്ള വിചാരിച്ചിരുന്നു. ഞാൻ എന്നോ ഇതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു പ്രൊജക്ടർ കണ്ടോ ആ ഒരു പ്രൊജക്ടിനെ എടുത്ത് തൂക്കിയെടുത്ത് കളഞ്ഞല്ലെങ്കിൽ മാറ്റിയിട്ടിട്ടാണ് ഞാൻ ഇപ്പൊ പുതിയ AION AK6 പ്രൊജക്ടർ എടുത്തത്. കാരണം അതിന്റെയും അത് ശരിക്കും പറഞ്ഞ ഒരു ആടിന്റെയും ഒക്കെ വ്യത്യാസം തന്നെ ഉണ്ട്. ഒരു മെഴുതിരി വെളിച്ചവും അതുപോലെ തന്നെ ഒരു ട്യൂബ് ലൈറ്റിന്റെ അതുപോലത്തെ ഒരു വെളിച്ചവും എന്തെല്ലാം വ്യത്യാസമുണ്ടോ അത്രയും വ്യത്യാസം ഈ സംഭവത്തിന് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പ്രൊജക്ടറിന് കുറഞ്ഞ ബഡ്ജറ്റുള്ള പ്രൊജക്ടറിനെ ഒരിക്കലും ഞാനൊരു നല്ലൊരു പ്രൊജക്ടറായിട്ട്, മൂവി പ്രൊജക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല.
ഒരു 10 രൂപയ്ക്ക് മേലേറ്റുള്ള പ്രൊജക്ടറാണ് നമ്മളൊരു ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടർ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്റെ വീട്ടിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയേറ്റർ സെറ്റപ്പിന്റെ ഏകദേശം ബഡ്ജറ്റ് ആണ്. ഒരു തിയേറ്റർ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ ഒരു കോമൺ ഹാളിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അറിയാലോ, നമ്മൾ ഇതിനുള്ള വീഡിയോസ്, ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സെറ്റപ്പിന് എത്ര രൂപ ചെലവായി, ഏകദേശം എത്ര രൂപ ചെലവാകുന്നുണ്ട് എന്നാണ് ഞാനിപ്പോ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മള് ഇപ്പോ എന്റെ വീട്ടിൽ ചെയ്ത ഈ ഒരു മിനി തിയേറ്റർ സെറ്റപ്പിന് എത്ര രൂപ എക്സ്പെൻസ് ചെലവ് കോസ്റ്റ് ആയിട്ടുണ്ട് എന്നാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ AUN AK6S പ്രൊജക്ടർ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റാൻഡ്, നമ്മള് പ്രൊജക്ടർ അതുപോലെ തന്നെ അതിന്റെ സ്റ്റാൻഡും നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഒരു സ്ക്രീന് നമ്മൾ ആവശ്യമായി വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന്റെ അപ്പുറത്തൊരു ഷോക്കേസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ക്രീനും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സ്ക്രീനും ഈ ഒരു പ്രൊജക്ടറും ഒരു സ്റ്റാൻഡും കൂടി നമുക്ക് എനിക്ക് വന്ന ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഒരു 25,000 അറൌണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനല്പം കൂടുതലൊക്കെ ആവും, എങ്കിലും ഞാൻ ആവറേജ് ബഡ്ജറ്റ് ആണ് പറയുന്നത്. കാരണം ഇതിന്റെയൊക്കെ സെപ്പറേറ്റ് വില ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നു, പല വ്യത്യാസമുണ്ട്, കൂടിയും കുറഞ്ഞു ഇരിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു റേഞ്ച് 25 രൂപ നമുക്ക് ബഡ്ജറ്റാണ് ഇപ്പൊ ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഒരു ഓഡിയോ സെറ്റപ്പാണ്. ഈ ഓഡിയോ സെറ്റപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാല്, ഇത് ഒരു MI ബോക്സ് ആണ്. നമ്മൾ മുൻ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു MI ബോക്സിന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി വില വരുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 4000 രൂപയാണ് ഇപ്പോഴാണ് ബഡ്ജറ്റ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ HD ഓഡിയോ റെസ്റ്റിന് ഒരു 2500 രൂപയോളം ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് വില പറയാം, ഇതിന്റെ വില വരുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നെ ഇത് രണ്ടും തമ്മിൽ തന്നെ 6500 രൂപയോളം നമുക്ക് വിലയായി. പിന്നെ ഒരു ആംപ്ലിഫയർ ആണ്, ഇതിന്റെ പഴയ ആംപ്ലിഫയർ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ഒരു ബഡ്ജറ്റ് ഞാൻ കൂട്ടുന്നില്ല. എങ്കിലും നിങ്ങൾ ഇതുപോലെ ഒരു ആംപ്ലിഫയർ അല്ലെങ്കിൽ 5.1 നോർമൽ ഒരു 5.1 ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാൻ ഒരു 6-7 രൂപ, ചെറിയൊരു ഹോം തിയേറ്റർ എങ്കിലും നമുക്ക് വേണ്ടി വരും. അപ്പൊ എങ്കിലും ഒരു 6-7 രൂപന്റെ ബഡ്ജറ്റ് നമുക്ക് അതിൽ കാണേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതൊരു 6500 കണക്കാക്കാം. അതൊരു 7 പറയുമ്പോൾ ഒരു 13,500 അല്ലെങ്കിൽ ഒരു 14 രൂപയൊക്കെ നമുക്ക് എന്താവും ഇതിനുള്ള ബഡ്ജറ്റ് വരുന്നുണ്ട്. ഈ ഓഡിയോ സിസ്റ്റത്തിന് തന്നെ നമുക്കൊരു ഡോൾബി സെറ്റപ്പിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു ബഡ്ജറ്റ് വരുന്നുണ്ട്. അപ്പോ നമുക്ക് ഇത് രണ്ടും കൂടിയിട്ട് അപ്പൊ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 40 രൂപന്റെ അടുത്തോളം ഇപ്പൊ ഏകദേശം ഒരു ബഡ്ജറ്റ് വരും. കാരണം ഈ ഒരു സെറ്റപ്പ്, കാരണം ഇതിന്റെ കേബിളൊക്കെ വേണമല്ലോ, ഇത് കേബിള് മറ്റുള്ള അനുബന്ധ ചെലവുകളൊക്കെ കൂടി നമുക്കൊരു 40,000 രൂപയോളം ഈ ഒരു പ്രൊജക്ടറും സ്ക്രീനും സ്റ്റാൻഡ് അതുപോലെ തന്നെ നമ്മുടെ ആ മിനി സെറ്റപ്പ് ഓഡിയോ സെറ്റപ്പ് ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു 40,000 രൂപയോളം ചെലവ് ബഡ്ജറ്റ് വന്നിട്ടുണ്ട് എനിക്ക്. ഓക്കെ, അപ്പൊ എന്റെ വീട്ടിലെ ആ ഒരു പ്രൊജക്ടർ സെറ്റപ്പിന് എനിക്ക് വന്നിരിക്കുന്ന ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഒരു 40,000 രൂപയോളമാണ്. അതിൽ നിന്ന് എങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് കുറച്ചിട്ട് ഇത് കൊണ്ടുവരാം എന്നാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. അതില് എനിക്കിപ്പോ ഒരു ഹോം തിയേറ്റർ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് ശരിക്കും പറഞ്ഞാല് നമുക്കൊരു 6 രൂപ നമുക്ക് അതിന് ആ വിധത്തിൽ കുറയ്ക്കാം. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഹോം തിയേറ്റർ ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്കത് കുറയ്ക്കാൻ പറ്റും. പിന്നെ അടുത്തത് നമ്മളെ MI ബോക്സ് അതുപോലെ തന്നെ HD ഓഡിയോ റെസ്റ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഡോൾബി സൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, ഡോൾബി DTS സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സിസ്റ്റം ഉപയോഗിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്ടറിന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലൂടൂത്ത് വഴി ഒരു ഹോം തിയേറ്ററിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള സൗണ്ട്, ഡോൾബി അല്ല, ഒരു നോർമൽ പ്രോലോജിക് സൗണ്ട് 5.1 നമുക്ക് കിട്ടുന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഡോൾബി ഇതൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ട് കിട്ടും. അത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു HD ഓഡിയോ റെസ്റ്റ് MI ബോക്സ് ഒഴിവാക്കാൻ പറ്റും. ആ വൈകിൽ നമുക്ക് ഒരു 6,500 രൂപ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു അതുപോലെ തന്നെ പ്രൊജക്ടറിന്റെ സ്ക്രീന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ചുമരുണ്ടെങ്കിൽ ഒരു വൈറ്റ് നന്നായി പുട്ടിയിട്ടിട്ട് വൈറ്റ് പ്രൈമർ അടിച്ചിട്ട് ഒരു മാറ്റ് ഫിനിഷ് എമൽഷനൊക്കെ അടിച്ചു വിടുകയാണെങ്കിൽ, അതായത് തിളക്കമില്ലാത്ത ടൈപ്പ് പെയിന്റ് നമ്മൾ അടിച്ചു വിടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രീന് അത് തന്നെ മതിയാവും, ധാരാളമാണ്. അപ്പൊ ആ ഒരു സ്ക്രീന് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചെലവ് കൂടി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 രൂപ ബഡ്ജറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രൊജക്ടറും അതുപോലെ തന്നെ നല്ലൊരു ഹോം തിയേറ്ററും കൂടി ബ്ലൂടൂത്ത് ഉള്ള ഹോം തിയേറ്ററും കൂടി സെറ്റ് ചെയ്തിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിലൊരു 5 നമുക്ക് ഫിലിംസ് തിയേറ്റർ സെറ്റ് ചെയ്യാൻ പറ്റും. നല്ല ഫിലിംസ് ഒക്കെ ആ രീതിയിൽ തന്നെ കാണാൻ പറ്റും, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ. അങ്ങനെ ഒരുപാട് പേര് കാണുന്നുണ്ട് നിലവിൽ. ഓക്കെ, അപ്പൊ ഈ ഒരു ഡോൾബി പോലെ ഒരു 5.1 കറക്റ്റ് ഒരു ഡോൾബി DTS ഡീകോഡിംഗ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ MI ബോക്സും അതുപോലെ തന്നെ HD ഓഡിയോ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഇത് കുറച്ചുകൂടി കോസ്റ്റ് കൂടുതൽ വന്നത്. ഓക്കെ, നമുക്ക് ഈ പ്രൊജക്ടർ കുറച്ചുകൂടി കുറഞ്ഞ പ്രൊജക്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കോസ്റ്റ് കുറയ്ക്കാം. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഈ കുറയുന്നതനുസരിച്ച് പിക്ചറിന്റെ ക്വാളിറ്റി കുറയും, പിക്ചർ റെസൊല്യൂഷൻ ആണ് കുറയുക. പിന്നെ അത് തന്നെ ലൂമിനൻസ്, അതിന്റെ അകത്തുള്ള ലാമ്പിന്റെ ലൂമിനൻസ് കുറയും. ലൂമിനൻസ് പറഞ്ഞാൽ പിക്ചർ ഡള്ളായി വരും. അതുപോലെ തന്നെ ഇച്ചിരി പകൽ വെളിച്ചം ഉണ്ടെങ്കിൽ കാണുന്നതിൽ കുറഞ്ഞു വരും. ലൂമിനൻസ് കൂടുന്നതനുസരിച്ച് ഇച്ചിരി വെളിച്ചം ഉണ്ടെങ്കിൽ കൂടി നമുക്ക് കാണാൻ പറ്റും.
കാരണം മുറിയിൽ ഉള്ള വെളിച്ചത്തിനേക്കാളും കൂടുതൽ പവർ നമ്മുടെ ലാമ്പിന് ലൂമിനൻസ് കൂടുതൽ വേണം എന്നാണ് എന്റെ കൺസെപ്റ്റ്. എന്നാൽ മാത്രമേ ആ വെളിച്ചത്തെ ഓവർകം ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആ ലൂമിനൻസ് കുറയുന്നതനുസരിച്ച് വെളിച്ചം അതിനെ എന്താ പറയുക ഡിസ്പ്ലേനെ ഹൈഡാക്കി കളയും. നമ്മൾ ലൂമിനൻസ് കൂടിയ പ്രൊജക്ട് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വെളിച്ചം ഉണ്ടെങ്കിൽ കൂടിയിട്ട് പിക്ചർ ക്ലിയർ ആയിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടി ഡെപ്ത് കിട്ടും പിക്ചറിന്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മൾ വാട്സപ്പിന്റെ ഒരു ലിങ്ക് കൊടുക്കാം. പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ പ്രോജക്റ്റ് ആവശ്യമുണ്ടെങ്കിലോ എന്ത് ചെയ്യണമെങ്കിലോ നിങ്ങൾ ആ വാട്സപ്പ് ലിങ്കിലേക്ക് ഒരു മെസ്സേജ് ചെയ്യുക. ഞാൻ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ റിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ വരാൻ കിടക്കുന്നു. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഏവർക്കും ബൈ.